സോ അതൊന്ന് കണ്ടു, ഏട്ടനൊന്ന് കണ്ടോ, എനിക്ക് പിണക്കമില്ല എന്ന് മാത്രം ഒന്ന് പറഞ്ഞാൽ മതി. പിന്നെ ഏട്ടൻ പൊക്കോട്ടെ. Just relax. Sleep. Deeper. 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 സൂര്യക്കുട്ടാ. 1 2 4 5 6. 6. ഓക്കെ ഓക്കെ. പുള്ളിക്കാരുടെ കയ്യിൽ 6 ഫിംഗേഴ്സ് ആണെന്നാണ് പുള്ളിക്കാരി പറയുന്നത് അല്ലേ? താങ്ക് യു സോ മച്ച്. ഞാൻ ഏകദേശം ഒരു മാസത്തോളം ആയെന്ന് തോന്നുന്നു പറഞ്ഞിട്ട്. എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ടീം നല്ല ഏതാ മെന്റലിസ്റ്റ് ഇങ്ങനെ ജെനുവൻ ആയിട്ടുള്ള ഒരു മെന്റലിസ്റ്റിനെ തപ്പി ചേച്ചിയുടെ ഒരു ആഗ്രഹം തന്നെയായിരുന്നു. അത് നമ്മുടെ മെയിൻ സ്ട്രീം ഓൺ ടീം തന്നെ സാധിച്ചു കൊടുക്കാം എന്നൊരു ഞങ്ങൾ പിന്നെ കുറെ റിസർച്ച് നടത്തിയിട്ടാണ് അർജുനിലേക്ക് വന്നത്. കാരണം അർജുൻ ബ്രോ എന്നെ സംബന്ധിച്ച് ജസ്റ്റ് ഒരു ആഗ്രഹം മാത്രമല്ലത്, എനിക്ക് പറയാൻ ബാക്കി വെച്ച ആ ഒരു എന്തായാലും പറഞ്ഞ ഒരിക്കലും അത് കേൾക്കില്ല അല്ലെ തിരിച്ച് എനിക്ക് പറയാനുള്ളത് ആ ചെവിയും കൊണ്ട് കേൾക്കില്ല എന്ന് ഉദ്ദേശിച്ച ഒരു സാധനമാണ് എനിക്ക് ഏട്ടനടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിച്ചിരിക്കുന്നത്. അപ്പം അത് എത്രത്തോളം എഫക്റ്റ് ആകുമെന്ന് ഒന്നും എനിക്കറിയില്ല. ഞാൻ കാരണം ആദ്യമായിട്ടാണ് ഒരു ഇങ്ങനെ ഒന്ന് ഹിപ്നോട്ടിസ് ചെയ്യാൻ ഞാൻ പോകുന്നത് തന്നെ. നമുക്ക് എന്തായാലും നോക്കാം, ശ്രമിക്കാം എന്ന് ഞാൻ. കാരണം എനിക്ക് വളരെ ആഗ്രഹമാണ്, എനിക്കതൊന്ന് സൂചിച്ചേട്ടനെ കാണണം, സൂചിച്ചേട്ടൻ്റെ അടുത്ത് അതൊന്ന് പറയണം, ചേട്ടാ ഞാനിങ്ങനെ ഒരു മെസ്സേജിന്റെ കാര്യമാണ്, സോ അതൊന്ന് കണ്ടു, ഏട്ടനൊന്ന് കണ്ടോ, എനിക്ക് പിണക്കമില്ല എന്ന് മാത്രം ഒന്ന് പറഞ്ഞാൽ മതി. പിന്നെ ഏട്ടൻ പൊക്കോട്ടെ. ഓക്കെ, നമുക്ക് നോക്കാം. അതായത് ഫസ്റ്റ് തിങ് ഇവിടുന്ന് നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് അവര് അങ്ങനെ റിക്വസ്റ്റ് ചെയ്തിരുന്നു, നിങ്ങളിങ്ങനെ കുറെ നോക്കിയിട്ട് ഇതുപോലെ ഒരു പെർട്ടിക്കുലർലി എന്നെയാണ് നോക്കുന്നത് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഞാൻ വന്നാൽ ബെറ്റർ ആയിരിക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞു. എനിവേ ഓക്കെ, എന്തായാലും നമുക്ക് ട്രൈ ചെയ്യാം. കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് റിലാക്സ് ചെയ്യിപ്പിക്കാനായിട്ട് പോകണം. സിമ്പിൾ. ഓക്കെ, ഒന്ന് ചാരിയിരിക്കാവോ? കൈ തരാവോ? കയ്യിൽ ജസ്റ്റ് ലുക്ക് അറ്റ് മീ. എൻ്റെ കണ്ണിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ജസ്റ്റ് ഇങ്ങനെ നോക്കിക്കോളൂ. ഞാനങ്ങനെ നോക്കുന്ന സമയത്ത് ടേക്ക് എ ഡീപ് ബ്രെത്ത്, ജസ്റ്റ് ബ്രീത്ത് ഔട്ട്. വെൻ ഐ സേ സ്ലീപ്പ് എന്ന് പറയുന്നൊരു വാക്ക് പറയുന്ന സമയത്ത് ആബ്സല്യൂട്ട്ലി വളരെ ടയർഡായിട്ട്, വളരെ റിലാക്സ്ഡ് ആയിട്ട്, കംഫർട്ടബിൾ ആയുള്ള ഒരു സ്ലീപ്പിലേക്ക് പോകാൻ പോവാണ്. ജസ്റ്റ് ലുക്ക് വൺ സ്ട്രൈറ്റ് പോയിന്റ് ഹിയർ, ഏതെങ്കിലും ഒറ്റ പോയിന്റ്. ടേക്ക് എ ഡീപ് ബ്രെത്ത് അഗെയിൻ, ജസ്റ്റ് റിലാക്സ്, സ്ലീപ്പ് ഡീപ്പർ 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 ഡീപ്പർ. ആബ്സല്യൂട്ട്ലി ഡീപ്പ് സ്ലീപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഭയങ്കര റിയാലിറ്റി ആയിട്ട് മാറാനായിട്ട് പോവാണ്. വാട്ട് എവർ ഐ ടെൽ യു അതെല്ലാം നല്ല റിയാലിറ്റി ആയിട്ട് ഫീൽ ചെയ്യാനായിട്ട് മാറാനായിട്ട് പോവാണ്. സ്ലീപ്പ് അഗെയിൻ. നെക്സ്റ്റ് ടൈം കണ്ണ് തുറന്നു കഴിഞ്ഞാൽ കുറച്ച് സമയത്തേക്ക് നമ്പർ 3 ഓർമ്മ ഉണ്ടാവില്ല. യു ക്യാൻ ഓൺലി കൗണ്ട് 1 2 4 5 6. യു ക്യാൻ ഓൺലി കൗണ്ട് 1 2 4 5 6. കണ്ണ് തുറന്നു കഴിഞ്ഞാണ്ടല്ലോ 1 2 4 5 6 എന്നായിരിക്കും ഇനി മുതൽ കൗണ്ട് ചെയ്യാനായിട്ട്, ഓർക്കാനായിട്ട് പറ്റുന്നുണ്ടാവുക. സ്ലോലി ഓപ്പൺ യുവർ ഐസ്, കം ബാക്ക്. ഓക്കെ, ഹായ്. നന്നായിട്ട് റിലാക്സ്ഡ് ആവുന്നുണ്ടായിരുന്നു അല്ലേ? ഭയങ്കര അടിപൊളിയായിട്ട് റിലാക്സ്ഡ് ആവുന്നുണ്ടായിരുന്നു. ഇതൊന്ന് ഉറക്കെ കൗണ്ട് ചെയ്യാവോ? ഒന്ന് എണ്ണാവോ? ഇത് 1 2 4 5 6. 6. ഓക്കെ ഓക്കെ. പുള്ളിക്കാരുടെ കയ്യിൽ 6 ഫിംഗേഴ്സ് ആണെന്നാണ് പുള്ളിക്കാരി പറയുന്നത് അല്ലേ? ഈ കൈ ഒന്ന് കൗണ്ട് ചെയ്തേ ഇവിടെ. 1 2 4 5 6. അയ്യോ, കൺഫ്യൂസ്ഡ് ആയല്ലോ. 6+6 എന്ന് പറയുമ്പോൾ 12 ഫിംഗേഴ്സ്. ഒരാളുടെ കയ്യിൽ ശരിക്കും 10 ഫിംഗേഴ്സേ ഉള്ളൂ. കയ്യിൽ 12 ഫിംഗേഴ്സ് ഉണ്ട്. എന്തെങ്കിലും പ്രത്യേകത ഉള്ള കൈയാണോ? ഇല്ലല്ലേ? എന്താണെന്നറിയോ, ഞാൻ ജസ്റ്റ് ഇവിടുന്ന് ആ ഒരൊറ്റ നമ്പർ എടുത്തിട്ട് തലയിൽ ജസ്റ്റ് ഒന്ന് ത്രോ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഓർക്കാൻ പറ്റും. യു ക്യാൻ സേ നൗ. ഇപ്പൊ പറയാൻ പറ്റും. ഒന്നുകൂടെ കൗണ്ട് ചെയ്തേ, ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്തേ. 1 2 3 4 5. ബ്രില്യൻ, ബ്യൂട്ടിഫുൾ. അടിപൊളിയായിട്ട് ഫീൽ ചെയ്യുന്നില്ലേ? കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ചൂടെടുക്കുന്നുണ്ടോ? കുഴപ്പമില്ല, കംഫർട്ടബിൾ ആയിട്ട് വന്നോ? കംഫർട്ടബിൾ ആയിട്ട്. എന്താ ജസ്റ്റ് ലുക്ക് റൈറ്റ് ഹിയർ. നല്ലൊരു ബ്രീത്ത് എടുത്തോളൂ. സ്ലീപ്പ് ഡീപ്പർ 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 ഡീപ്പർ. കംപ്ലീറ്റ് ഡീപ്പ് സ്ലീപ്പിലേക്ക് പോവാണ്. ഡീപ്പ് സ്ലീപ്പ്, കംപ്ലീറ്റ് ഡീപ്പ് സ്ലീപ്പ്. നെക്സ്റ്റ് ടൈം വേണം കണ്ണ് തുറന്നു കഴിഞ്ഞാൽ, ഓക്കെ, നെക്സ്റ്റ് ടൈം രേണു കണ്ണ് തുറന്നു കഴിഞ്ഞാൽ രേണുവിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലുള്ള പേഴ്സൺ, ഞാനല്ല, രേണുവിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലുള്ള പേഴ്സൺ, ആ ലേഡീനെ രേണു കാണുന്നത് രേണുവിന് ഏറ്റവും പ്രിയപ്പെട്ട സുധിച്ചേട്ടനായിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. 1 2 3 ഓപ്പൺ യുവർ ഐസ്.
സൂര്യക്കുട്ടാ. എന്തിനും സൂര്യചേട്ടാ. എന്തിനും ഓക്കെ. ഓക്കെ കുഴപ്പമില്ല.